ലത്തീൻ രൂപതയെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുക. നെയ്യാറ്റിൻകര രൂപതയുടെ ഭാഗമായ വെള്ളറടയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമലയുടെ 68ാമത് തീർത്ഥാടനത്തിന്റെ വിശദമായ വിവരങ്ങൾ കൈമാറാനാണ് എത്തിയിരിക്കുക. ഈ വർഷത്തെ വെള്ളറട കുരിശുമല തീർത്ഥാടനം മാർച്ച് മാസം 30-ാം തീയതി മുതൽ ഏപ്രിൽ 6 വരെ നടക്കുകയാണ്. അതിനെ തുടർന്ന് പെസഹവേള ദുഃഖവെള്ളി, അതായത് ഏപ്രിൽ 17-18 തീയതികളിലുമായി നടക്കുന്നു. ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നതാണ്. എല്ലാ വർഷവും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് തീർത്ഥാടനത്തിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക. അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് മുന്നോടിയായി ഇവിടെ ആയിരിക്കുന്നവരെ പരിചയപ്പെടുത്താം. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ വിൻസെന്റ് കെ പീറ്റർ, അദ്ദേഹം നെയ്യാറ്റിൻകര രൂപതയുടെ വികാർ ജനറലാണ്. അതോടൊപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ജനറൽ കൺവീനർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അടുത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ അരുൺ പി ജിത്ത്, അദ്ദേഹം തീർത്ഥാടനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെയാണ്. രാഹുൽ ഈ തീർത്ഥാടനത്തിന്റെ പബ്ലിസിറ്റി കൺവീനറാണ്. ഒപ്പം ഉപദേശിമാരുടെ പ്രതിനിധിയായിട്ട് ആയിരിക്കുന്ന ശ്രീ ലൂയിസ്, അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും നല്ല സഹകരണം നൽകുന്നുണ്ട്, നല്ലൊരു പബ്ലിസിറ്റി നൽകുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. ഞങ്ങളെല്ലാവരെയും ഈ പ്രസ് മീറ്റിലേക്ക് ഏറ്റവും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ സ്ഥലമാണെന്നുള്ള ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സഖ്യ പർവ്വതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വിശുദ്ധ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. 1957 മാർച്ച് 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബെൽജിയം മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് വോട്ടേഴ്സ് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുക. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് സാംക്രമിക രോഗം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി നെറുകയിൽ ആ വൈദികൻ എത്തിച്ചേരുകയും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കുരിശുമലയിലും അതിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ശമനം കണ്ടെത്തുവാൻ സാധിച്ചു. അന്ന് മുതൽ ആരംഭിച്ച തീർത്ഥാടനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും പങ്കിടുന്ന 2 പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. 8ാമത്തെ കുരിശ് വരെ കേരളത്തിലും 8 മുതൽ 14 വരെയുള്ള കുരിശുകൾ തമിഴ്നാട്ടിലുമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും സംയുക്തമായ ശ്രമകരമായിട്ടാണ് അവിടുന്ന് വരുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക. ഈ വർഷത്തെ തീർത്ഥാടനം 68ാമത് തീർത്ഥാടനം മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ മാസം 6-ാം തീയതി വരെ 1-ാം ഘട്ടവും, 2ാമത്തെ ഘട്ടം ഏപ്രിൽ 17 പെസഹവേള ദുഃഖവെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളുമായിട്ട് നടക്കുകയാണ്. തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറിൻ്റെ ADM-ന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടുകയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, മറ്റ് ഗതാഗത സൗകര്യങ്ങളും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്.